ഇതിൽ ഞങ്ങളുടെ ഒരു ലക്കി ചാമ്പിയുടെ ഉണ്ട്, സൈജു ചേട്ടൻ. ഞങ്ങളുടെ എല്ലാ സിനിമയിലും കാരണം മാളികപ്പുറം തൊട്ട് തുടങ്ങിയ ബന്ധമാണ്. മാളികപ്പുറമായാലും ആനന്ദ് ശ്രീകാരായാലും ഇപ്പൊ സുമതിയോളവും അടുത്ത സിനിമയിലും എനിക്കൊരു ഓപ്പൺ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പം സൈജു ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ഭാഗമാണ്. അതേപോലെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ എല്ലാ സിനിമയിലുള്ള ഒരാൾ ഇതിലൂടെ എത്താൻ കഴിഞ്ഞിട്ടില്ല, എന്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിത്ത് രാജ്. അപ്പം മാളികപ്പുറം ടീം നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന അടുത്ത സിനിമ എന്തുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയുന്നു, തിയേറ്ററിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള എന്തൊക്കെയോ ഞങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരിക്കലും വിഷമിച്ച് ഇറങ്ങി പോയി വരില്ല. കുറെ ചിരിക്കാനും കുറച്ച് പേടിക്കാനുള്ള ഒരു സിനിമയാണ് സുമതിയോളം. ഈ സുമതി ആരാന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ? സുമതിയോളം സ്ഥലം തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം യക്ഷിയാണ് സുമതിയോളം. ആ യക്ഷിനെ ഞങ്ങള് കേരളത്തിന്റെ സ്വന്തം യക്ഷിയാക്കി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ സിനിമയില് സുമതിയോട് ശരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു യക്ഷിയാണ് സുമതി. ഇതിൽ ആരാണ് സുമതി എന്നൊരു ചോദ്യമുണ്ട്. ഇതല്ലാതെ കുറച്ച് യക്ഷികൾ പുറത്തുണ്ട്, അല്ല കുറച്ച് നായകന്മാരോട് പുറത്തുണ്ട്. അതിലാരോ ഒരാളായിരിക്കാം സുമതി. അത് ഈ മെയ് മാസം തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ വന്ന് കാണും. ഉറപ്പായിട്ടും അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് ഞങ്ങളൊരു സസ്പെൻസ് സിനിമയുടെ അവസാനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.